Hello students, now we see the algebraic rules for gradients. Hope that you have noted the similarities of gradients with differentials. So, like differentials, differentiation rules, we have rules for gradients. Algebraic means sum rule, difference rule, constant multiple rule, product rule, quotient rule, etc. all have similarities with the differentiation rules. First one is the sum rule, del of gradient of sum of two functions f and g are two functions of x. Del of f plus g equal to del f plus del g. F and g are two functions of x, y and z. F is a function of x, y and z. G is a function of x, y and z. Say f equal to x square plus y plus zx എന്നായിരിക്കാം. G എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് എന്നായിരിക്കും. അപ്പോൾ എഫ് പ്ലസ് ജിയുടെ ഡെല്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡെൽ എഫും ഡെൽ ജിയും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. രണ്ടും സെയിം ആയിരിക്കും എന്നാണ് സം റൂൾ പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ദ സം റൂൾ ഓഫ് ഗ്രേഡിയൻസ്. സം റൂൾ അത് ഒന്നും പ്രൂവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഡെൽ ഓഫ് എഫ് പ്ലസ് ജി എഴുതി നോക്കിയാൽ മതി. Del of f plus g equal to del f enna? Del f is defined by dou f by dou x I plus dou f by dou y j plus dou f by dou z k plus dou f by മൂന്ന് കമ്പോണൻസ് ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ രണ്ട് കമ്പോണൻസ് ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ രണ്ടിന് നിർത്തുക. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ജനറൽ ആയിട്ട് മൂന്ന് കമ്പോണൻസ് ഉള്ള ഫംഗ്ഷൻസ് ആണ് എഴുതുക. ഡെൽ ഓഫ് എഫ് പ്ലസ് ജി അപ്പോൾ എന്താ, ഏത് ഫംഗ്ഷൻ്റെ ആണോ ഡെല്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് പ്ലസ് ജി ഇൻറ്റു ഐ. ഇപ്പോൾ എഫ് പ്ലസ് ജിയുടെയാണ് വേണ്ടത്. ഇവിടെ എഫിന് പകരം എഫ് പ്ലസ് ജി. അതേപോലെ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് പ്ലസ് ജി ഇൻറ്റു ജെ. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എഫ് പ്ലസ് ജി ഇൻറ്റു കെ എന്ന് വരും. So this is equal to, ഇത് ഡിഫറൻസിയേഷൻ്റെ സം റൂളാണ്. ഡെറിവേറ്റീവ് ഓഫ് പാർഷ്യൽ ആണെങ്കിലും ടോട്ടൽ ആണെങ്കിലും ഡെറിവേറ്റീവ് ഓഫ് എഫ് പ്ലസ് ജി മീൻസ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ജി ഡോ ജി ബൈ ഡോ എക്സ് ദാറ്റ് മച്ച് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ സം റൂൾ. ഡോ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ ജി ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. നേരെ അറേഞ്ച്മെൻറ്റ് പ്രോബ്ലമേ ഉള്ളൂ. ഇവിടെ എഫിൻ്റെ ഡെറിവേറ്റീവ്സ് എടുത്ത് ഡോ എഫ് ബൈ ഡോ എക്സ് ആയി. അടുത്തത് ഇതിൻ്റെ അകത്ത് നിന്ന് ഇതെടുക്കുന്നു പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് മൂന്നാമത്തത് നിന്ന് എഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡോ എഫ് ബൈ ഡോ ഇസഡ് എടുക്കുന്നു ഇൻറ്റു കെ പ്ലസ് ഡോ ജി ബൈ രണ്ടാമത്തത് എല്ലാത്തിനും എടുക്കും ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസഡ് കെ. ഇനി നിങ്ങൾ ആ എഫിൻ്റെ ഡെൽ ഡെഫിനിഷൻ ഗ്രേഡിയൻ ഡെഫിനിഷനിലേക്ക് നോക്കിയാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ ഡോ എഫ് ബൈ ഡോ വൈ ജെ ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ അതിൻ്റെ സം ഡെൽ എഫ് ആണ്. അപ്പോൾ ആദ്യം എഴുതിയേക്കുന്നത് ഡെൽ എഫ് ആണ് എന്ന് മനസ്സിലാക്കാൻ ആർക്കും പ്രയാസം ഉണ്ടാകത്തില്ല. പ്ലസ് രണ്ടാമത് എഴുതിയേക്കുന്നത് ഡെൽ ജി ആണ് എന്ന് മനസ്സിലാക്കാനും പ്രയാസം ഉണ്ടാകത്തില്ല. അപ്പോൾ ഡെൽ ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു ഡെൽ എഫ് പ്ലസ് ഡെൽ ജി എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആൾജിബ്രായിക് റൂൾ ഓഫ് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് ഡെൽ ഓഫ് എഫ് മൈനസ് ജി. എഫ് മൈനസ് ജി ഈ രണ്ട് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ഡെൽ എടുക്കണമെങ്കിൽ ഡെൽ എഫ് മൈനസ് ഡെൽ ജി ചെയ്താൽ മതി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതിന് നിങ്ങൾക്കറിയാം ഡെൽ ഓഫ് എഫ് മൈനസ് ജി വരുന്നെങ്കിൽ ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് മൈനസ് ജി ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് മൈനസ് ജി ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എഫ് മൈനസ് ജി. അപ്പോൾ എന്തോരും ഡിഫറൻസിയേഷൻ്റെ ഡിഫറൻസ് റൂൾ ഡോ എഫ് ബൈ ഡോ എക്സ് മൈനസ് ഡോ ജി ബൈ ഡോ എക്സ്. ഞാൻ താഴെ എഴുതുന്നത് ഇപ്പോഴത്തെ റിസൾട്ടിന് വേണ്ടിയുള്ളതാണ്. ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് മൈനസ്. അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് ആയി വരും. അതെന്തായി ഡെൽ എഫ് മൈനസ് ഡെൽ ജി എന്നായി. അങ്ങനെ രണ്ടാമത്തെ റൂള് വളരെ എളുപ്പം നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ റൂള് ഗ്രേഡിയൻ്റ് ഓഫ്
is a constant, f is a function of x, y, z. kf, del of kf നെ പറ്റിയാണ്. k into del f എന്ന് വരാൻ പോകുന്നത്. del of kf നമുക്ക് എഴുതി നോക്കാം. del of kf എന്നാ വേണ്ടത്? dou by dou x of derivative of k into f I plus dou by dou y of k into f plus dou by dou z of k into f. And this is equal to dou y dou y യുടെ കൂടെ j, dou by dou z ന്റെ കൂടെ k. അപ്പോൾ ഇതെന്താ? ഡിഫറൻസിയേഷൻ റൂൾ. ഡിഫറൻസിയേഷന് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ ഉണ്ട്. k into dou by dou x dou f by dou x I പ്ലസ് ഇവിടെ ആകുമ്പോൾ k into dou f by dou y j plus k into dou f by, this k is constant, dou f by dou z into unit vector k equal to k into പിന്നെ dou f by dou x I plus dou f by dou y j plus dou f by dou z k and I. K is a real number into the other one is a vector del f. K into del f എന്ന് നമുക്ക് കിട്ടും. നാലാമത്തെ പ്രോപ്പർട്ടി del of f into g യെ പറ്റിയാണ് പറയുന്നത്. del of f into g നമ്മുടെ പ്രോഡക്റ്റ് റൂൾ പോലെ തന്നെ ഇവിടെയും വരും. del of f into g equal to dou by dou x of f into g I plus dou by dou y of f into g j plus dou by dou z of f into g into k. And dou by dou x of f into g പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. എന്താണെങ്കിലും എന്താ വരിക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ, ഡെറിവേറ്റീവ് ഓഫ് ഡോ ജി ബൈ ഡോ എക്സ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പൊസിഷൻ അതേപോലെ കീപ്പ് ചെയ്യാൻ അങ്ങനെ ഉപയോഗിക്കാം ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ജി, ദാറ്റ് മച്ച് ഇൻറ്റു ഐ. അപ്പോൾ അതുപോലെ അടുത്ത കമ്പോണൻസ് ജി. കമ്പോണൻസിലും പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ പ്രോഡക്റ്റ് റൂള് വിത്ത് റെസ്പെക്ട് ടു വൈ ഇസഡ് അപ്ലൈ ചെയ്യുക. നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അറേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ എല്ലായിടത്തും ആദ്യത്തതിൽ എഫ് കോമൺ ഉണ്ട്. പിന്നെ ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ എഫ് ഡോ ജി ബൈ ഡോ എക്സ് എഫ് ഡോ ജി ബൈ ഡോ വൈ എഫ് ഇൻറ്റു എഫ് എല്ലാത്തിലും കോമൺ ആണ്, ഞാൻ പുറത്തേക്ക് എടുത്തോട്ടെ. ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. അടുത്തത് ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ ഇസഡ് വേറെ ആവുക. അപ്പോൾ ഡോ എഫ് ബൈ എന്നിട്ട് ജി എല്ലായിടത്തും കോമൺ. ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ. എല്ലായിടത്തും ജി കോമൺ ആണ്. ആ ജി നിന്ന് പുറത്ത് വരും. അപ്പോൾ ഇനി എഫ് ഇൻറ്റു പിന്നെ കാണുന്ന ഡെൽ ജി പ്ലസ് ഡെൽ എഫ് ഇൻറ്റു ജി ഡെൽ എഫ് ഇൻറ്റു ഡെൽ എഫ് ജിക്ക് ഡെൽ കേട്ടോ എഫ് ഇൻറ്റു ഡെൽ ജി അല്ല പിന്നെ ജി ഡെൽ എഫ് എന്ന് എഴുതാം. ഇവിടെ ഓർഡർ പ്രധാനമൊന്നുമല്ല, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും എഴുതാം. ദാറ്റ് ഈസ് എ ഫോർത്ത് റൂൾ. del of fg equal to f del g plus g del f. ബ്രാക്കറ്റ് ഇടാതെ അങ്ങനെ എഴുതാം. f del g plus g is the constant, can be taken outside. കോൺസ്റ്റന്റ് അല്ല, എക്സ് വൈ സെഡ് ഉള്ള ഒരു ഫംഗ്ഷൻ, സ്കെയിലാർ ഫംഗ്ഷൻ g del f, f del g plus g del f എന്ന് എഴുതാം. സിമിലർലി we can have the quotient rule. അഞ്ചാമത്തെ algebraic rule of gradients ആണ് del of f by g എന്ന് പറയുന്നത്. ഏത് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് ഗ്രേഡിയൻ്റ് എഴുതാൻ എന്നാ വേണ്ടി? ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ബൈ ജി ഇൻറ്റു ഐ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഡോ വൈ ഓഫ് എഫ് ബൈ ജി ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എഫ് ബൈ ജി ഇൻറ്റു കെ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. എന്താണെന്ന് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഡോ എഫ് ബൈ ഡോ എക്സ് മൈനസ് ന്യൂമറേറ്റർ എഫ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡോ ജി ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ജി സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് ഇതുപോലെ വൈക്കും ഇസഡിനും റിപ്പീറ്റ് ചെയ്യും. റൂൾസ്
വൈക്ക് വെച്ചതിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഡിഫറൻസിയേഷൻ റൂൾസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാം. എല്ലായിടത്തും ഒരു ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് 1/g² ഞാൻ പുറത്തെടുക്കും. പിന്നെ ആദ്യത്തത് നോക്കുമ്പോൾ എല്ലാത്തിലും ജി കോമൺ ആണ്. അപ്പോൾ ജി ഉണ്ട്, പിന്നെ എന്തായാലും ∂f/∂x i പുറത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതാണ്. ദിസ് മച്ച് ഇൻറ്റു ഐ, ദിസ് മച്ച് ഇൻറ്റു ജെ ആൻഡ് ദിസ് മച്ച് ഇൻറ്റു കെ പ്ലസ് g into g is common. So ∂f/∂xi plus ∂f/∂y j plus ∂f/∂z എന്ന് വരും. പിന്നെ മൈനസ് സബ്ട്രാക്ഷൻ, എല്ലായിടത്തും എഫ് കോമൺ ആണ്, അപ്പോൾ എഫ് പുറത്ത് എഴുതാം. പിന്നെ എന്താ കൂടെ ഉള്ളത്, ∂g/∂xi പ്ലസ് മൈനസ് പുറത്തെടുത്തിട്ടുണ്ട്, ∂g/∂y j plus ∂g/∂z that is equal to 1/g² into ഇതെന്താ g del f ആണ്, മൈനസ് അടുത്തത് f del g ആണ്. പിന്നെ അത് എഴുതുന്നതിനൊരു ഭംഗി, ഡിനോമിനേറ്റർ g into ഗ്രേഡിയൻ്റ് ഓഫ് f മൈനസ് ന്യൂമറേറ്റർ f into ഗ്രേഡിയൻ്റ് ഓഫ് g divided by denominator g². നമ്മൾ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച അതേ റൂൾ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുന്ന അതേ റൂൾ വരുന്നു. അപ്പോൾ അങ്ങനെയാണ് algebraic റൂൾസ് ഫോർ ഗ്രേഡിയൻസ്. അത് ചില പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫംഗ്ഷൻസ് തരും, നിങ്ങൾ കണ്ടുപിടിച്ച് രണ്ട് സൈഡ് ഈക്വൽ ആണ് എന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചില പ്രോബ്ലംസ് കൂടി ഉണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ യു ക്യാൻ സി f equal to x minus y, g equal to 3y, and we have to verify del of f minus g equal to del f minus del g and del of f g equal to f del g plus g del f. ഒന്നും ചെയ്യാനില്ല, ഓരോ ഫംഗ്ഷൻസുകൾക്ക് ഗ്രേഡിയൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യമേ del f del g കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. del f equal to ∂f, ഡെഫിനിഷൻസ് ഒക്കെ എഴുതിക്കണം. ∂f/∂x 1 into i പ്ലസ് ∂f/∂y ആകുമ്പോൾ -1 into j ആൻഡ് del g കാൽക്കുലേറ്റ് ചെയ്യുമ്പം ∂f/∂x 0i പ്ലസ് ∂f/∂y 3j. രണ്ട് കമ്പോണൻസേ ഉള്ളൂ. ഇത്ര ചെയ്യാനുള്ള ഇക്വേഷൻസ് എഴുതി വെക്കുന്നത് സ്റ്റെപ്പ് മാർക്സ് കിട്ടാൻ നിങ്ങൾക്ക് എക്സാമിന് ഉപയോഗിക്കും. ദെൻ del of f minus g കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് f minus g എന്നുള്ള ഫംഗ്ഷൻ വേണം. f minus g എന്ന് പറയുന്നത് x minus y minus 3y ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു x minus 4y. സോ del of f minus g ഈക്വൽ ടു ഈ f minus g x ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 into i, ഐക്ക് ചെയ്യുമ്പോൾ -4j. ഇത് del of f minus g. ഇനി del f minus del g, del f del g നമ്മുടെ കയ്യിലുണ്ട്. del f ഈക്വൽ ടു i minus j മൈനസ് del g എന്താ ഇട്ടേക്കുന്നത്, മൈനസ് del g -3j ഈക്വൽ ടു i minus 4j. ഇത് രണ്ടും ഈക്വൽ ആണ്. സോ del of f minus g ഈക്വൽ ടു del f minus del g എന്ന് പറയാൻ പറ്റും. ഇനി അതുപോലെ del f del g എഴുതിയിട്ടുണ്ട്. എഫ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ അടുത്ത റിസൾട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. എഫ് ജി ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു 3y. ദാറ്റ് ഈസ് 3y ഇൻറ്റു എക്സ് 3xy മൈനസ് 3y². ഇഫ് വി കാൽക്കുലേറ്റ് del of എഫ് ജി ആ ഫംഗ്ഷനെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം y കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആദ്യത്തേതിൽ നിന്ന് നമുക്ക് 3y കിട്ടും, രണ്ടാമത്തേതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു 3y ഇൻറ്റു i. അടുത്ത വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 3x മൈനസ് 6y ഇൻറ്റു j. ഇതാണ് ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ എഫ് del g പ്ലസ് ജി del f നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ, del g നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 3j എന്ന് നമുക്കുണ്ട്. ജി എന്താ, പ്ലസ് ജി ഈക്വൽ ടു 3y, del f എന്ന് പറയുന്നത് i മൈനസ് j ആണ്. ഇത് നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് സെയിം ആയിട്ട് കിട്ടുവാണെങ്കിൽ റിസൾട്ട് ശരിയാണ്. 3xj എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. ഐയുടെയും ജെയുടെയും ടേംസ് കളക്ട് ചെയ്താൽ ഐ ഉള്ളത് 3y ഐ ഉള്ളൂ, ജെ ഉള്ളത് 3x മൈനസ് 3y മൈനസ് 3y, 3x മൈനസ് 6y j ബോത്ത് ആർ സെയിം. del g പ്ലസ് ജി del fൻ്റെ എക്സ്പ്രഷനും del of f ജിയുടെ എക്സ്പ്രഷനും സെയിം ആണ്. സോ
ദിസ് ഇക്വേഷൻ ഈസ് ഓൾസോ വാലിഡ്. ഇങ്ങനെ ചെക്ക് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ